എന്റെ പ്രിയപ്പെട്ട ചാണക സംഘി സുഹൃത്തുക്കളെ, നമ്മൾ അൻസാരി ഉസ്താദ് ഇന്ന് വീണ്ടും നമ്മൾ ചാണക സംഘികൾക്കെതിരെ ഒരു വീഡിയോമായി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ എല്ലാമായ നമ്മുടെ സംഘികളുടെ എല്ലാ ആരാധനാ പുരുഷനായ ശ്രീജിത്ത് പണിക്കർ, ചാണക പണിക്കർ, നമ്മുടെ നിരീക്ഷക പണിക്കർക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നമുക്ക് അങ്ങനെ വിട്ടുകൂടാ. അദ്ദേഹത്തിന് ആഞ്ഞടിക്കാൻ വേണ്ടി എന്റെ ചാണക സംഘി പുത്രന്മാർ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കടമ ഞാൻ പൂർവാധികം ശക്തിയോടുകൂടി നിറവേറ്റാൻ പോവുകയാണ് സുഹൃത്തുക്കളെ, നിറവേറ്റാൻ പോവുകയാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. വാ മുന്നമാരെ, മുന്നികളെ, അതാ സുമേഷ് തിരിഞ്ഞു നോക്കി. മുറ്റത്തത പണിക്കർജി നമ്മളെ ശ്രീജിത്ത് പണിക്കർ മുറ്റത്തന്നെ ഉണ്ട്. ഉസ്താദ് ഒരു കാര്യം മനസ്സിലാക്കണം. ഉസ്താദ് പറയുന്നത് ഏഷ്യാനെറ്റ് കണ്ട ഏറ്റവും വലിയ നിരീക്ഷകനാണ് ഈ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ, ചാണക പണിക്കർ. ഏതെല്ലാം രൂപങ്ങളിൽ, ഏതെല്ലാം തരങ്ങളിൽ അദ്ദേഹം എത്തുന്നു. ചാണക നിരീക്ഷകൻ, ബസ് നിരീക്ഷകൻ, കാറ്റ് നിരീക്ഷകൻ, ചോറ് നിരീക്ഷകൻ, എത്തിനോക്കൽ നിരീക്ഷകൻ, അങ്ങനെ എന്തെല്ലാം തരത്തിൽ അദ്ദേഹം ഇന്നെത്തുന്നത് വാണ നിരീക്ഷകൻ, വിമാന നിരീക്ഷകനായിട്ടാണ് അദ്ദേഹം എത്താൻ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം ഉസ്താദ്, മനസ്സിലാക്കണം. അദ്ദേഹം ഈ പണിക്കർ എന്നുള്ള ജാതിവാല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പണിക്കറാന്ന് അദ്ദേഹത്തിന് മനസ്സിലാണെങ്കിൽ നമ്മൾ അദ്ദേഹം പണിക്കറാന്ന് നമുക്ക് മനസ്സിലാവണം. നമുക്ക് അദ്ദേഹം പണിക്കറാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം പണിക്കറാന്ന് മനസ്സിലാവും. ഇപ്പൊ ഉസ്താദിന് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാ? മനസ്സിലാവില്ല. അങ്ങനെ ഒന്നും മനസ്സിലാകാതെയാണ് നമ്മൾ സംഘികൾ ഇങ്ങനെ ചാണക സംഘികളായി ഇരിക്കുന്നത് കേട്ടാ. അത് ആദ്യം ഉസ്താദ് മനസ്സിലാക്കി. ഓക്കെ. പിന്നെ നമ്പ്യാർ ജി, പിന്നെ ജാമിദ ജി, ആരിഫ് ജി, ഒരു ജിമാരും ഒരക്ഷരം മിണ്ടുന്നില്ല. ഒരക്ഷരവും മിണ്ടുന്നില്ല എന്ന് പറയാൻ പാടില്ല ഉസ്താദെ. മുസ്ലിം ഈ രണ്ട് വാക്കുകൾ നമ്മളെല്ലാ ചാണക സംഘികളും ഉറക്കത്തിലും മൂന്നിലും സ്വപ്നത്തിലും മാത്രം കാണുന്ന വാക്കുകളാണ്. മുസ്ലിം പിന്നെ മലപ്പുറം. ഈ വാക്കുകളില്ലാതെ ഒരു ചാണക സംഘിക്കും ജീവിക്കാൻ കഴിയില്ല. ഹൃദയം പൊട്ടി മരിക്കും ഉസ്താദെ, ഹൃദയം പൊട്ടി മരിക്കും. ശ്വാസം കിട്ടാതെ ശ്വാസകോശം സ്പോഞ്ച് പോലെയായി പോവും ഈ മുസ്ലിമും മലപ്പുറവും ഇല്ലെങ്കിൽ. അത് ഉസ്താദ് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് അപകടത്തിൽ മരണപ്പെട്ട ഒരു സാധുവായ പെൺകുട്ടിയെ ജാതിപ്പേര് പറഞ്ഞ് ആക്ഷേപിച്ചു. സ്വത്വബോധം അനങ്ങുന്നില്ല. മുന്നിമാരും ഇന്ന് ഈ നിമിഷം വരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. 2 ദിവസത്തേക്ക് ചത്ത പോലെ കിടക്കാൻ പറ്റാന്ന് നമുക്ക് സംഘികൾക്ക് അങ്ങനെ മോളെന്നുള്ള ഉത്തരവ്. ചത്ത പോലെ കിടന്നു. 2 ദിവസത്തേക്ക് നമ്മൾ സംഘികൾ ജാതിയും മതത്തിനെ പറ്റി ഒന്നും പറയില്ല. നമുക്ക് 8ന്റെ പണി കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ആ പവിത്രനില്ലേ, പവിത്രൻ, അവന്റെ പിന്നിൽ ഒരുപാട് സുഡാപ്പികളുണ്ടെന്ന് നമുക്കറിയാം ഉസ്താദേ. ഒരുപാട് സുഡാപ്പികളുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ എന്നാലും 2 ദിവസത്തേക്ക് അനങ്ങാണ്ടിരിക്കുകയെന്ന്. എന്തേ കാരണം? പ്രതി ബഷീറല്ല, താഹിറല്ല, പിന്നെ ആരാണ്? പവിത്ര നാനേയ സാധൂനം സംഭവാനി യുഗേ. പവിത്രമായ പവിത്രനാണ്. അങ്ങനെയല്ല ഉസ്താദെ. പവിത്രാനന്ദ മൂഞ്ചീനാം പവിത്രനാം മൊത്തം സംഘികളാ ഊമ്പിച്ചിനാം, അങ്ങനെയാണ് വാക്കുകൾ. ഉസ്താദ് അത് മനസ്സിലാക്കണം കേട്ടാ. അൽ പവിത്രന്റെ വീട്ടിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഗഫൂറ, സിദ്ദുക്കോ, അല്ലെ നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞ പോലെ സാഫി, നമ്മളെ സാഫി ഉണ്ടോന്ന് നമ്മളൊന്ന് അന്വേഷിക്കട്ടെ ഉസ്താദെ, എന്നിട്ട് ബാക്കി കളി നോക്കാം. പവിത്രമായ പവിത്രനാണ്, പരമപവിത്രനാണ്. പരമപവിത്രല്ല, പരമാറി പവിത്രൻ, പവിത്രന്റെ അച്ഛന്റെ അച്ചാർ. നമ്മളൊരു സത്താറിനെ ഗഫൂറിനെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ കൊണ്ടിടാൻ നോക്കുമ്പോൾ ഒരു പവിത്രം വന്നിരിക്കുന്നു, പരനാറി പവിത്രൻ. വേടനാണ് ജാതി ഭീകരതയുടെ പ്രതിരൂപം. വേടനാണ് വീണ്ടും ജാതീയത പറയുന്നത്. 2025 ആയപ്പോഴേക്കും ജാതീയതയൊക്കെ ഇല്ലാതായതാണ്, പിന്നെ വീണ്ടും കൊണ്ടുവരികയാണ്. ഉസ്താദ് ഈ പറഞ്ഞ കാര്യത്തോട് ഞാൻ 100% യോജിക്കുന്നു. കാരണം നമ്മൾ ഈ കേരളത്തിൽ ജാതി ചിന്താഗതി എല്ലാം മാറ്റിമറിച്ചിട്ട് നമ്മുടെ സവർണ, നമ്മുടെ ബ്രാഹ്മണിക്കൽ ചിന്താഗതി ഇങ്ങനെ കൊണ്ടുവരേണ്ട പരിപാടിയാണ്. ഈ ദളിതന്മാർക്കൊന്നും ഈ സംഭവം മനസ്സിലാക്കാതെ അവരുടെ ഇടയിലേക്ക് നമ്മളെ ബ്രാഹ്മണിത്തം കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ ബ്രാഹ്മണിത്തന്മാർ, അവരടിയാന്മാർ, ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ നോക്കുമ്പോഴത്തേക്കാണ് ഈ വേടൻ എന്നവൻ വന്നത്. ഈ വേടൻ വന്ന് നമ്മളെ തകർത്തു കളഞ്ഞു ഉസ്താദെ. അവൻ ജാതികളെ പറ്റി പാടി. ഇവിടെ ബ്രാഹ്മണിത്ത ചിന്താഗതി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെല്ലാം ആ വേടൻ പാട്ടിലൂടെ പാടി നമ്മളെ തകർത്തു കളഞ്ഞു ഉസ്താദെ, തകർത്തു കളഞ്ഞു. പക്ഷെ നമ്മൾ എന്തായാലും ശക്തമായി തിരിച്ചു വരും ഉസ്താദെ, ശക്തമായി തിരിച്ചു വരും. എല്ലാവരും ഇപ്പൊ ജനം ടിവിയിൽ ആര് പറഞ്ഞു ഞാവൂ, ഞാനാ നിങ്ങളുടെ കാത്തു, എന്നോട് ഇഷ്ടം കൂടാൻ ആരാണ്. അങ്ങനെയല്ല ഉസ്താദെ. നമ്പ്യാറുണ്ട്, നമ്പ്യാർ വിസർജനത്തിലെ നമ്പ്യാർ, നമ്മുടെ കൊച്ചു നമ്പ്യാർ ഊമ്പി. ഉളുപ്പില്ലാത്ത നമ്പ്യാർ നമ്മൾ സംഘികളും ശക്തമായി തന്നെ തിരിച്ചു വരും ഉസ്താദെ, ശക്തമായി തന്നെ തിരിച്ചു വരും. മുസ്ലിമും മലപ്പുറവും ഇല്ലാതെ ഒരു സംഘിയുടെയും ജീവിതം നിലനിൽക്കില്ല. സംഘികളുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും മലപ്പുറവും മുസ്ലിമും മാത്രമുള്ളൂ ഉസ്താദെ, മലപ്പുറവും മുസ്ലിമും മാത്രമേ ഉള്ളൂ. നമ്മൾ സംഘികളുടെ ശ്വാസഗതികളെ പോലും നിയന്ത്രിക്കുന്നത് മുസ്ലിമാണെന്നുള്ള കാര്യം ഉസ്താദ് മനസ്സിലാക്കണം, ഉസ്താദേ മനസ്സിലാക്കണം. അപ്പൊ ഉസ്താദെ പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞ സാഫീനെയും കാത്ത് നമ്മൾ സംഘിലൂടെ ഇരിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ എല്ലാവർക്കും സുലാൻ.